അപ്പോൾ ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആകാൻ പോണേണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഇത് സാരിയുടെ ഫ്ലീറ്റ് എടുത്ത് വെക്കണം. ഇന്നലെ എടുത്ത് വെക്കാൻ പറ്റിയില്ല ഗൈസ്, ഒന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. പിന്നെ അതേ പ്രമിത ചേച്ചിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ഒന്ന് റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അയൺ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അതുപോലെ അതേ അമ്മക്കും ചെയ്ത് കൊടുക്കുന്നുണ്ടായി. അമ്മയുടെയും മുടി ആകിയതായി നിൽക്കണേണ്. അപ്പോൾ അയൺ ചെയ്ത് അമ്മക്കും പൂ വെച്ച് കൊടുത്ത്. അപ്പോൾ എൻ്റെ അയൺ ചെയ്ത് എന്നിട്ട് ഇതേ മുല്ലപ്പൂ വെക്കണേണ്. അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെയൊക്കെ വെക്കണമെന്നൊക്കെ നോക്കിയിട്ട് അവസാനം രീതിയിൽ തന്നെ കറങ്ങി തിരിഞ്ഞെത്തി. എനിക്ക് വേറെ സ്റ്റൈലൊന്നും പറ്റുന്നില്ല ഗൈസ് മുടി. അങ്ങനെ ഞാൻ തന്നെ കെട്ടിയിട്ട് ഇതേ പ്രമിത ചേച്ചിനെ കൊണ്ട് പൂ വെപ്പിച്ച് പിന്നെ കുറച്ച് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച്. കാരണം ഇങ്ങനെ മുടി ഇങ്ങനെ പൊങ്ങി 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 നിൽക്കും. അപ്പോൾ പിന്നെ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ അടുപ്പിച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ കോര് പോലെ നിൽക്കും. അപ്പോൾ സെറ്റിംഗ് സ്പ്രേ അടിച്ച് അത് റെഡിയാക്കി. പിന്നെ അതേ പ്രമിത ചേച്ചി വന്നിട്ട് ഇതേ പോയി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി ഊബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഊബറിനാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും കറക്റ്റ് ചേച്ചിയുടെ എൻട്രി ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളെത്തി. പിന്നെ അവിടെ വലത്തൊക്കെ വെച്ച് താലം കൊണ്ട് പിന്നെ ചെക്കൻ വന്ന് സ്റ്റേജിൽ കയറി. അവിടെ ചടങ്ങൊക്കെ നടക്കുന്നതിന് അങ്ങനെ താലിക്കെട്ട് സമയമായി ഗൈസ്. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർ സ്റ്റേജിന് ചുറ്റും വലത്തൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ ഒക്കെ പോസ്റ്റൊക്കെ ചെയ്ത് നിൽക്കുന്നതിന്. പിന്നെ മധുരം കൊടുക്കുന്ന ചടങ്ങുണ്ട്. ചേച്ചിയുടെ അമ്മ അവർക്ക് മധുരമൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറി. പിന്നെ മാമനൊക്കെ കയറി ഫോട്ടോ എടുക്കാൻ. പിന്നെ അവിടുത്തെ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു കൊച്ചിന്ന് കളിക്കുന്നുണ്ട് ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. ചേച്ചി ഡാൻസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചിയുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല ഗൈസ്, നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ ഒരു മന്ദിരം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം വന്നിരുന്നു. അവിടെ നല്ല കാറ്റും തണലൊക്കെ ആയിരുന്നു. അതായത് മാമനും ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്ന് ഞങ്ങൾ 7up മേടിച്ച് കുടിച്ച്. പിന്നെ ഫുഡ് കഴിക്കാൻ ടൈമായി. അങ്ങനെ അവിടെ ചെന്നിരുന്ന് അച്ഛൻ വിളമ്പുന്നുണ്ട് ഗൈസ്. പിന്നെ പെണ്ണും ചെക്കനും ഞങ്ങളുടെ കൂടെ ഇരുന്നത്. അങ്ങനെ ഫുഡ് വന്നു, വേഗം അത് കഴിച്ചു. അങ്ങനെ പിന്നെ ചേച്ചി പോകാൻ സമയം ചേച്ചി പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.